നമസ്കാരം. നമുക്ക് രണ്ട് രീതിയിലൊരു സമൂഹത്തെ നശിപ്പിക്കാം. ഒന്ന്, വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കാം. ഒരു വിദ്യാഭ്യാസവും കൊടുക്കാതിരിക്കാം. എല്ലാ പുരോഗതിയെയും നമുക്ക് എതിർക്കാം. അല്ലെങ്കിൽ വികലമായ വിദ്യാഭ്യാസം കൊടുക്കാം. അല്ലെങ്കിൽ വികലമായ രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കാം. ഇതിലേത് വേണോ നമുക്ക് ചെയ്യാം. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. വിദ്യാലയങ്ങളെന്ന് പറയുന്നത് രാഷ്ട്രശില്പികളെ രൂപപ്പെടുത്തുന്ന മാതൃകാ സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് വലിയ സങ്കല്പമാണ് നമ്മൾക്കുള്ളത്. കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് അറിവ് നേടാൻ വേണ്ടി മാത്രമല്ല. വിവരവിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഈ സാധ്യതയുള്ള കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ വന്നതിന് ശേഷം ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പലതും പഠിക്കാം. ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ വന്ന സാഹചര്യത്തിൽ ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രികളും കരസ്ഥമാക്കാം. അപ്പോൾ സ്കൂളിൽ അയക്കുന്നത്, കോളേജിൽ അയക്കുന്നത് വെറുതെ അറിവ് നേടുന്നതിന് വേണ്ടി മാത്രമല്ല. അറിവിനോടൊപ്പം ഒരു സാമൂഹ്യമായ പൗരനെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കും, ദേശബോധമുള്ള, രാജ്യസ്നേഹമുള്ള, രാജ്യത്തോട് താല്പര്യമുള്ള, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ള, പരിസ്ഥിതിയോട് സ്നേഹമുള്ള, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാകുന്ന വ്യക്തിത്വമായി ഓരോരുത്തരെ എങ്ങനെ മാറ്റിയെടുക്കാം. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ചിന്ത. ഗാന്ധിജി പറഞ്ഞതും അങ്ങനെയാണ്. ജീവിതം എങ്ങനെയെന്ന് പഠിപ്പിക്കലാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം കുറെ സിലബസും പരീക്ഷയും മാത്രമല്ല. ഞാനിത് പറയാൻ കാരണം, കേരളത്തിൽ 2000-ന് ശേഷം വന്ന കുട്ടികളുടെ 10, 20, 25 വയസ്സിന് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കൊല്ലുകയും നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ചില വീഡിയോസ് ചെയ്തിരുന്നു യൂട്യൂബ് ചാനലുകളിൽ. അതിനെതിരെ കുറച്ച് പേരെങ്കിലും അഭിപ്രായമായി വന്നു. ഞാൻ കേരളത്തിലെ അധ്യാപകരെല്ലാം അടച്ചാക്ഷേപിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മാതാപിതാക്കളാണ് ആദ്യത്തെ ഗുരു. അതിലേറ്റവും പ്രധാനം മാതാവ് തന്നെയാണ്. കാരണം വളരെ കുഞ്ഞുനാളിൽ ഏറ്റവും കൂടുതൽ സമയം കുട്ടികൾ ചിലവഴിക്കുന്ന അമ്മമാരോട് തന്നെയാണ്. ആദ്യ ഗുരു അമ്മ തന്നെയാണ്. അത് കഴിഞ്ഞ അച്ഛൻ അല്ലെങ്കിൽ പിതാവ്, അത് കഴിഞ്ഞാൽ അധ്യാപകർ, അതോടൊപ്പം സമൂഹവും, പിന്നെ വിദ്യാർത്ഥികളും. 4 പേരും ചേരുന്ന ഒരു ചതുരംഗ കളിയാണത്. 4 പേരും ഉണ്ട് അതിനകത്ത്. വിദ്യാർത്ഥിയുണ്ട്, പഠിതാവ് എന്നുള്ള നിലയിൽ, രക്ഷിതാക്കളുണ്ട്, അധ്യാപകരുണ്ട്, പിന്നെ സമൂഹമുണ്ട്. സമൂഹമാണ് ഈ സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളും സാഹചര്യവും ഒക്കെ ഗവൺമെന്റ് സിലബസ് ഒക്കെ ഉണ്ടാക്കും. അത് സമൂഹം ചെയ്തു കൊടുക്കേണ്ട പണിയാണ്. ഇതിന് വളരെ പ്രധാനപ്പെട്ട റോൾ അധ്യാപകർക്കുണ്ട്. ചില അധ്യാപകർ ഞാൻ മുമ്പിട്ടൊരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അധ്യാപകർക്ക് DJ കളിക്കണ്ടേ, അധ്യാപകർക്ക് റീൽസ് ചെയ്യണ്ടേ? പറ്റില്ല. കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് ഈ രാജ്യത്ത്. പട്ടാളത്തിൽ ചേരുന്നതിന് ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. നേവിയിൽ ചേരുന്നതിന് കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. എന്തിനു പറയുന്നു, ഡോക്ടറായാൽ പോലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ ബനിയൻ്റെ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം പച്ച കളറിലുള്ള ഓവർകോട്ട് ധരിക്കണം. കോടതിയിൽ പോകണമെങ്കിൽ കറുത്ത കോട്ട് ധരിക്കണം. നഴ്സാകണമെങ്കിൽ വെള്ള കോട്ട് ധരിക്കണം. എല്ലായിടത്തുമുണ്ട്. പോലീസ് ആകണമെങ്കിൽ യൂണിഫോം ധരിക്കണം. പട്ടാളമാകണമെങ്കിൽ യൂണിഫോം ധരിക്കണം. പോലീസുകാർക്കും പട്ടാളക്കാർക്കും അങ്ങനെ റീൽസും DJ ഒന്നും നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. വളരെ കൃത്യമായ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് ഇവിടെ. അധ്യാപകർക്ക് മാത്രം അതില്ലാത്തെന്താ? ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്നുള്ള രീതി മാറണം. കൃത്യമായി അധ്യാപകർക്ക്, ടീച്ചർമാർക്ക് വസ്ത്രത്തിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് കൊണ്ടുവരേണ്ട സമയമായി. അവർക്ക് യൂണിഫോം കൊണ്ടുവരേണ്ട സമയമായി. ചില സ്കൂളുകൾ, ചില മാനേജ്മെൻറ്റ് സ്കൂളിലാണെന്നേ ഉള്ളൂ, ചില സ്കൂളുകളിലൊക്കെ ഉണ്ട് ഓവർകോട്ടും ഒരേ തരത്തിലുള്ള യൂണിഫോമൊക്കെ ഉണ്ട്. ഒരുപാട് സ്കൂളുകളിലുണ്ട്. ഗവൺമെൻറ് സ്കൂളുകളിലും അത് കൊണ്ടുവരേണ്ട സമയമായി. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു, തർക്കമില്ല. പക്ഷെ അതിനനുസരിച്ച് വിദ്യാഭ്യാസ നിലവാരം കൂടി കൂടണ്ടേ? കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കണ്ടേ? എല്ലാ കാലത്തും അധ്യാപകർ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വഴികാട്ടേണ്ടത്.
മദ്യപിക്കുന്ന അധ്യാപകൻ എങ്ങനെയാണ് വിദ്യാർത്ഥികളോട് മദ്യപിക്കരുതെന്ന് പറയാൻ കഴിയുന്നത്? ഗഞ്ചാവും ലഹരി മരുന്നും പോലുള്ളവ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അധ്യാപകർ എന്താണ് ചെയ്യുന്നത്? അതുപോലെ തന്നെ PTA ഓവറായിട്ടുള്ള പല സ്കൂളുകളിലും പിന്നെ ടീച്ചർമാരുമായിട്ടും പ്രിൻസിപ്പാൾമാരുമായിട്ടും സാറന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു ഇമേജ് PTA ഓവറായിട്ടുള്ള അതിപ്രസരമാണ്. പലയിടത്തും PTA എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരാണ്, അതാത് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരായിരിക്കും സ്കൂൾ PTA പിടിച്ചെടുക്കുന്നത്. പിന്നെ ടീച്ചർമാരെയും സാറന്മാരെയൊക്കെ അവരെ മുമ്പിൽ കൊണ്ടു നിർത്തി കുട്ടികൾ മറ്റ് മാതാപിതാക്കളൊക്കെ ഇരിക്കുമ്പോൾ വളരെ മോശമായി സംസാരിച്ച് ചെയ്യുന്ന പ്രവർത്തികളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ PTAയും ആ രീതിയിലൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന സർവതന്ത്ര സ്വാതന്ത്ര്യമൊന്നുമില്ല. അത് ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ അവരങ്ങനെ എടുക്കും. ഏതെങ്കിലും പ്രിൻസിപ്പാൾ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ, ഒരു ചോദ്യം ചെയ്താൽ പിന്നെ പ്രിൻസിപ്പാളിനെതിരെ തിരിയലായി, HMനെതിരെ തിരിയലായി. പിന്നെ സ്കൂൾ കുട്ടികളെ വേറെ തരത്തിൽ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. സാറന്മാർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാറന്മാർ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർമാർ. ടൂർ പോകുമ്പോൾ അനഭിലഷണീയമായ അരുതായികകൾ പലതും നടക്കുന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുകയാണ് ദിവസവും. ഈ 2025 തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ കാണുന്നത് മുഴുവൻ എന്താണ്? ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ വളരെ 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, കാമുയെ കൊല്ലുന്നു, അമ്മുമ്മയെ കൊല്ലുന്നു, ഉമ്മയെ കൊല്ലുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമായി കിട്ടുന്നു, മുട്ടായുടെ രൂപത്തിൽ കിട്ടുന്നു. ഒരു സ്കൂളിൽ അധ്യാപകർ വിചാരിച്ചാൽ ഇതൊന്നും നിയന്ത്രിക്കാനാവില്ലേ? ഏതെങ്കിലും അധ്യാപകൻ ഇപ്പോൾ കുട്ടികളെ ഉപദേശിക്കാറുണ്ടോ? വിളിച്ചിട്ട് ഉപദേശിച്ചാൽ കുട്ടികൾ കേൾക്കോ? മാതാപിതാക്കൾ കേൾക്കോ? ജൈവബന്ധം എവിടെ? കുട്ടികളും അധ്യാപകരുമായിട്ടുള്ള ജൈവബന്ധം എവിടെ? നമ്മൾ വേറൊരു പാശ്ചാത്യ കൾച്ചറിലൊന്നും ജീവിക്കുന്നവരല്ല. നമ്മൾ നമ്മളുടേതായ ഒരു തനതായ അമ്മയെയും അച്ഛനെയും ഒക്കെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരത്തിന് ഉടമകളാണ് ഇവിടെ. ഇവിടെ കുടുംബ ബന്ധങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മാതാവും പിതാവും കുടുംബവും സമൂഹവും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതെല്ലാം കളഞ്ഞിട്ട് ഗുരുക്കന്മാരായിരുന്ന രീതിയൊക്കെ മാറി കുട്ടികളെ മക്കളെ പോലെ കാണുന്നു, തോളിൽ കൈയിടുന്നു. അതൊക്കെ അവർ കുറെ തിരിച്ചറിവായി. കോളേജിലൊക്കെ വരുമ്പോൾ നമുക്കൊരു ലെവലിൽ അവരെ റെസ്പെക്ട് ചെയ്ത് പോകാം കുട്ടികളെ. ഇത് കുട്ടികൾ ഭയപ്പെടണം, കുറച്ച് ഭയപ്പെടണം. കുറച്ച് റെസ്പെക്ട് വേണം കുഞ്ഞുങ്ങൾക്ക് അധ്യാപകരോട്. ആ റെസ്പെക്ട് അവർ വീട്ടിൽ പോയാലും മാതാപിതാക്കളോട് കാണിക്കും. അപ്പോൾ കുഞ്ഞുനാളിൽ ചെറിയ ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് SSLC +2 വരെയുള്ള ക്ലാസ്സുകളിൽ അധ്യാപകർ DJ പാർട്ടി ആയാലും, സ്കൂളിൽ സെൻഡ് ഓഫ് നടത്താൻ പറ്റിയില്ലെങ്കിൽ പുറത്ത് റിസോർട്ടിൽ കൊണ്ടുവച്ച് DJ പാർട്ടി നടത്തും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന PTA, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകർ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഗവൺമെന്റ് കോഡ് ഓഫ് കോണ്ടാക്റ്റും ടൂർ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള മാനുവലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? അപ്പൊ യാതൊരു നിയമവും യാതൊന്നും മനസ്സിലാക്കാതെ കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ B.Ed കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഒരു വിഷയത്തിൽ B.Ed കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കണമെന്നൊരു അധ്യാപകന് പഠിപ്പിക്കാൻ ഒരു സിലബസിൽ കിട്ടിയാൽ എത്ര തരത്തിൽ പഠിപ്പിക്കാം? 10-20 മാർഗത്തിലൂടെ പഠിപ്പിക്കാൻ പറ്റുമല്ലോ. അതിലേത് മാർഗത്തിലൂടെയാണ് പഠിപ്പിക്കേണ്ടതെന്നും ഏത് പഠിപ്പിച്ചാലും തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് മനസ്സിലാകുന്നതെന്നും അതിനനുസരിച്ചുള്ള ലെസൺ പ്ലാനും പ്രാക്ടിക്കലും എല്ലാം തയ്യാറാക്കിയിട്ടല്ലേ ക്ലാസ്സിൽ പോകേണ്ടതെന്നല്ലേ നമ്മൾ B.Edനൊക്കെ പഠിക്കുന്നത്. അതുമായിട്ട് അങ്ങോട്ട് വല്ല ബന്ധമുണ്ടോ? അപ്പോൾ ഗൗരവമായി കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് അധ്യാപകർക്കുണ്ട്. ഇപ്പം സംഭവിച്ചിരിക്കുന്നത് കുറച്ച് അധ്യാപകർ തെറ്റിന് കൂട്ടുനിൽക്കുന്നു, കുറച്ച് അധ്യാപകർ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു, കുറച്ച് അധ്യാപകർ ന്യൂജൻ എന്ന് പറഞ്ഞ് പഴയ കാലഘട്ടമല്ല, പഴയ കാലം 100 വർഷം 50 വർഷത്തിന് മുമ്പുള്ള കാലമല്ല, ഇപ്പോഴാണ് ഞങ്ങൾക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, DJ ചെയ്യണ്ടേ, പാർട്ടി ചെയ്യണ്ടേ, വെള്ളം അടിക്കണ്ടേ, കഞ്ചാവ് അടിക്കണ്ടേ എന്ന് ചോദിക്കുന്ന അധ്യാപകർ, ടീച്ചർമാർ ഇഷ്ടമുള്ള വസ്ത്രം ഞങ്ങൾ ധരിച്ചാൽ എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന വളരെ കുറച്ച് പേരുണ്ട്. ഇവർക്ക് അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന പാവങ്ങളായ മഹാഭൂരിപക്ഷം വരുന്നവർ മിണ്ടാതിരിക്കുന്നു സ്കൂളുകളിൽ. അപ്പോൾ ഭൂരിപക്ഷം നല്ല അധ്യാപകരാണ്, നല്ല ടീച്ചർമാരാണ്. അവർ മിണ്ടാതിരിക്കുന്നു. ന്യൂനപക്ഷം എല്ലാവിധ തെറ്റിനെയും പ്രോത്സാഹിപ്പിക്കുന്നു. പലപ്പോഴും അവരാണ് തിരുത്താത്തത് കുട്ടികളെ. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്?
തിരുത്തിയേ കഴിയൂ. അധ്യാപകർ പുതിയ രൂപത്തിൽ വന്നേ കഴിയൂ. സിലബസ് പഠിപ്പിച്ച് തീർത്ത് മാർക്ക് വാങ്ങിച്ച് കൊടുക്കൽ മാത്രമല്ല നിങ്ങളുടെ ജോലി. മാതൃകാപരമായ രാജ്യത്തിലെ പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ വലിയ ജോലി നിങ്ങൾക്കുണ്ട്, മാതാപിതാക്കൾക്കുമുണ്ട്. അപ്പോൾ നിങ്ങളും മാതാപിതാക്കളും PTA-യും എല്ലാം കൂടി ചേർന്ന് വളരെ മാതൃകാപരമായിട്ടുള്ള റോൾ മോഡലായിട്ടുള്ള കുട്ടികളെ സൃഷ്ടിച്ചിടണം. അധ്യാപകരെ കണ്ടാണ് കുട്ടികൾ റോൾ മോഡലാകേണ്ടത്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും അഭിമാനമാണ്. പേര് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭയം, ഒരു റെസ്പെക്റ്റോട് കൂടിയ ഭയമുണ്ട്, ഒരു പേടിയുണ്ട് ഉള്ളിൽ. അയ്യോ, ആ സാറ് നല്ല സാറാണ്. അതേസമയം ആ സാറിനെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം അങ്ങനെയല്ല. കുട്ടികൾ വിചാരിച്ചാൽ ഏത് അധ്യാപനെയും കയ്യിലെടുക്കാൻ കഴിയും. കുട്ടികൾ സാറന്മാരുടെ ദൗർബല്യങ്ങളും കുട്ടികൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കാലമാണ്. ഗൗരവമായി മാറി ചിന്തിക്കണം. അധ്യാപക സമൂഹത്തിൽ നിന്നാവട്ടെ ഇതിൻ്റെ മാറ്റത്തിൻ്റെ തുടക്കം. പുതിയ പൗരന്മാരെ സൃഷ്ടിക്കാൻ നമ്മുടെ നാട്ടിൽ അധ്യാപകർ, പ്രത്യേകിച്ച് KSTA പോലുള്ള സംഘടനകൾ, ഭരണകക്ഷി സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ, എല്ലാവരും അധ്യാപക സംഘടനകൾ ഇതിന് മുൻകൈ എടുക്കട്ടെ. പുതിയ വിദ്യാഭ്യാസ രീതി തന്നെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കണം. മാതൃകാ വിദ്യാർത്ഥികളെയും മാതൃകാ പൗരന്മാരെ സൃഷ്ടിക്കുന്നതാവണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം.